ഓ മൈ ഗോഡ്. അപ്പോൾ ഗൈസ് നമ്മൾ മറ്റേ അവിടെ നിന്ന് നാട് വിട്ട് ഇവിടെ എത്തിയിട്ടുണ്ട്. ഇനി എന്താ സംഭവിക്കുന്നതെന്ന് നമുക്ക് കണ്ടറിയാം ഗൈസ്. വെൽക്കം ടു ഹൈലാൻഡ് പോയിന്റ്. പുതിയ കളികൾ കാണാനും ചിലത് കാണിച്ച് പഠിപ്പിക്കാനും. ഓ നമ്മൾ കുറച്ച് പ്രശ്നത്തിലാന്ന് അറിഞ്ഞ് ഫോണിൽ കൂടെ സംസാരിക്കേണ്ട, പേ ഫോൺ വഴി സംസാരിക്കാൻ. ഈ പേ ഫോൺ എവിടെ ചെന്ന് കണ്ടുപിടിക്കാനിടെ ഞാൻ നമുക്കാദ്യം ഈ കാട്ടിൽ നിന്ന് ഇങ്ങോട്ട് പോവാം. ടൗൺ സ്ക്വയർ. ഓ തോണ്ട കണ്ട് ഇതെന്ത് ഇങ്ങോട്ട് കോള് വരുന്നത്? സാധാരണ നമ്മൾ അങ്ങോട്ടല്ലേ വിളിക്കണ്ടേ? റൂമാക്കാൻ വരുന്ന സൂപ്പർ മാർക്കറ്റ്. എന്ത് പെണ്ണുപിള്ളക്ക് എന്ത് പ്രശ്നം? എന്തരീ എന്ത് തുറച്ചു നോക്കുന്നത്? നിനക്ക് എന്ത് ഇതുവഴി നടന്നു നോക്കൂടെ? ബാക്കിലൂടെ ഒക്കെ ടീച്ചറുണ്ടല്ലോ. അയ്യോ പാവട ഒന്നും ചെയ്തില്ലടാ. ഞാൻ വെച്ച് തിരിച്ചടിക്കുന്നു. ഓ അതെന്താടി നിനക്ക് തിരിച്ചടിച്ച? ആരെയാടി നീ വിളിക്കുന്ന? പറയടി. ഇൻവെസ്റ്റിഗേറ്റിംഗ്. പോലീസ് വന്ന പോലീസ് വീണ്ടുമ്പോൾ അപ്പൊ തന്നെ ഫോണെടുത്ത് പോലീസിനോട് ഞാനൊരു ഇടി അടിച്ചേന്ന്. തിരിച്ചടിക്കുന്നല്ലേ ഞാൻ വിചാരിച്ച പുള്ളി ഫുൾ. അണ്ടർ അറസ്റ്റ്. ഞാനെന്തോ ചെയ്തിട്ട് ഇപ്പം സൂപ്പർ മാർക്കറ്റിലോട്ട് പോയിക്കൊണ്ടേ. എന്താടാ എന്ത് ഹായ് എന്ത്? നീ എന്നെയല്ലേ നേരത്തെ പിടിക്കാവുന്ന? ഇപ്പൊ നീ മറന്നുപോയോ എന്നെ? അങ്ങ് ഞാനാടാ പ്രതി. ഒന്നുമില്ലടാ. നീ എന്തേലും ചെയ്ത് നീ ഇപ്പൊ ചെയ്ത ഒന്നും കിട്ടത്തില്ല. പക്ഷെ 2 ദിവസം കഴിഞ്ഞ് നീ ചെക്ക് ചെയ്യാൻ വരും. അപ്പൊ എന്റെ പലതും കാണും കേട്ടാ. എന്ത് സാറേ? എന്ത്? പേടിയണ്ട. കേട്ടോ ഭാഗ്യം കേട്ടാ. കയ്യിലൊന്നുമില്ല. കൊണ്ടായിരുന്നു ഇപ്പൊ കൊണ്ടുപോയാ. ഞാൻ അങ്ങോട്ട് പോകും. ഒരു വണ്ടി വാങ്ങണമല്ലോ. എന്തൊക്കെയാടാ വരച്ചു വെച്ചേക്കുന്നത് ഇവിടെ? വൃത്തികെട്ട സ്ഥലം. കാറൊക്കെ കണ്ടടാ. പുതിയ വണ്ടിയൊക്കെ എടുക്കണ്ടേ നമുക്ക്? പൈസയൊക്കെ ഒന്ന് ഉണ്ടാക്കട്ടെ. വണ്ടിയൊക്കെ എടുക്കാം. പോലീസ് സ്റ്റേഷനാണ് കേട്ടോ അവിടെ. അയ്യോ എന്തുവാടാ പൊട്ടിത്തെറിച്ച? എന്തൊക്കെയാ പൊട്ടിത്തെറിച്ചേട്ടാ? എടാ നമ്മുടെ വണ്ടി പൊട്ടിയ സൗണ്ടാണ് കേട്ടെ. ഇവിടെ എന്താ എഴുതി വെച്ചേക്കുന്നടാ പൊട്ടിച്ചിട്ട് മാറി? ഓഹോ അവൻ വേദനിപ്പിച്ചത് ആരാന്ന് അവൻ അറിയത്തില്ല. ടി വി ഒക്കെ ഇവിടെ കണ്ടാ മതി. എന്റെ ഈഗോ ഹർട്ടായി. ഇനി അവന്മാരല്ല, അവന്മാരുടെ ഫുൾ ഗ്യാങ്ങിനെ അടിച്ചിട്ടേ നമ്മൾ ഈ കളം വിടത്തുള്ളൂ. മനസ്സിലായ? ഞാൻ എന്റെ വീട്ടിലുണ്ട്. പക്ഷെ വീട്ടില് ഞാൻ സത്യം പറയട്ടെ, ഞാൻ 1 മാസം മുമ്പാണ് ഈ ഗെയിം അവസാനം കളിച്ചത്. ഞാൻ എല്ലാം മറന്നു. എന്തുവാ ചെയ്യാനുള്ളതെന്നെല്ലാം ഒന്നും ഓർമ്മയില്ല എനിക്ക്. ഇതിപ്പോ എന്താ ചെയ്യണ്ടെന്ന് വെച്ചാ സാധനം കൊടുക്കണം. നമ്മൾ അവിടെ നിന്ന് രക്ഷപ്പെട്ട് ഇങ്ങോട്ട് വന്നില്ല. നമുക്ക് ഇവിടെ ഉണ്ടായില്ലേ ഒന്നും പറഞ്ഞൂടെ. ഇവിടെ വന്നിട്ട് നമ്മളിവിടെ പയ്യെ ഇവിടെ ഒരു അധോലോകം ഉണ്ടാക്കി തുടങ്ങണം. ചെറിയ ബിസിനസ് വലുതായിട്ട്. എനിക്ക് ആകെ ഓർമ്മയുള്ളത്, ഞാൻ ഈ സിറ്റി വന്ന സമയത്ത് എന്റെ വണ്ടി ആരൊക്കെയോ ഏതോ ഗ്യാങ് കത്തിച്ച് കളഞ്ഞ്. ഗ്യാങ് ആണ് ഇവിടത്തെ മെയിൻ ഈ ബിസിനസ്. നമുക്ക് അവരെക്കാട്ടി ടോപ്പെത്തണം. മനസ്സിലായില്ലേ? ഇനി തൊട്ട് BS എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളാണ് ബാക്കിലോട്ട് വെക്ക്. എന്താ ഇപ്പൊ ഉറക്കൊന്നുമില്ല എനിക്ക്? കണ്ണൊക്കെ ആകെ. അത് നീ കണ്ണാടി നോക്ക. എന്നിട്ട് എന്നോട് ഉറക്കം ഉണ്ടായില്ലേന്ന് ചോദിക്കും. നിന്റെ കണ്ണ് ചുമന്നിരിക്കുക. എന്റെ കണ്ണ് എങ്ങനെ കാണാൻ പറ്റുന്നു ഇപ്പം? അതിപ്പോ എനിക്കല്ലേ കാണാൻ പറ്റത്തുള്ളൂ. എന്തിനാ ഇടിക്കണത്? നമ്മളിവിടെ ഒരു ബിസിനസ് തുടങ്ങുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ ചെറിയ പരിപാടി ഒന്നുമല്ല. നമുക്ക് ആരൊക്കെ കമ്പനി വേണം? മനസ്സിലായോ? എന്റെ ഒരു 0 പൈസ. എത്ര പൈസ? എന്റെ 354 നിനക്കുള്ള ബിരിയാണി ഞാൻ വാങ്ങിച്ചു തരാം. അതിനുള്ള പൈസ ഉള്ളു. 350 രൂപ ഉണ്ട്. നീ റൂം വല്ലതും മേടിച്ചായിരുന്നാ? പിന്നെ റൂം വാങ്ങാതെ ഞാൻ ജീവിക്കും തോന്നുന്നുണ്ടോ? റൂം അവിടെ ഉണ്ട്. വാ. നീ എന്താണ് എന്നെ പറ്റി വിചാരിച്ചേ? സിറ്റിയിലെ തുടക്കക്കാരനാണേലും പൈസയൊക്കെ കുറച്ചൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ഇപ്പൊ വീടൊക്കെ വാങ്ങിച്ച് പൈസ പോയതാ. നീ എവിടെയാണ് റൂം മേടിച്ചത്? ഇവിടെ. ഓക്കെ, വെൽക്കം ടു മൈ ഹോം.
കട്ടിലൊന്നും ഇല്ലടാ ഇവിടെ. ലൈറ്റ് ഇട് ലൈറ്റ് ഇട് ലൈറ്റ് ഇട്. ആ ഒന്നുമില്ലല്ലോ എന്ന് പറയണ്ട. അതാണ്ട് ഇത് കണ്ട ഇത് കണ്ടടാ ഇത് 2 ഫ്രിഡ്ജാ വെച്ച് വെച്ചേക്കുന്നത് 2 എണ്ണം. ഈ ഫ്രിഡ്ജ് ആയില്ല നമുക്ക്. ഈ ഫ്രിഡ്ജിൽ എന്തുണ്ട്? ഒരു ഇല കിടക്കണ്ട, 2 ഇല. ഇത് വെച്ചാണ് ഒരു ബിസിനസ് നമ്മൾ തുടങ്ങാൻ പോകുന്നത്. എടാ നമ്മള് തുടക്കക്കാരില്ലടാ, അപ്പൊ ചെറുതീം തുടങ്ങാന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഇത് തുടങ്ങിയത്. ഇപ്പൊ പൈസ ഒന്നും ഇല്ലല്ലോ. നമ്മളിപ്പോ സാധനങ്ങൾ ആൾക്കാർക്ക് കൊടുക്കണ്ടേ? ഇത് സ്വന്തമായിട്ട് അടിച്ച് കണ്ണൊക്കെ ചുമന്നതിന് എങ്ങനെ ശരിയാണത്? ഇടേ നമുക്ക് ബിസിനസ് മാത്രം ചെയ്താൽ പോരെ, സ്വന്തം സുഖം കൂടെ നോക്കണ്ടേ? അതുകൊണ്ട് പിന്നെ 2 എടുത്ത് അടിച്ച്. നമുക്ക് ബിസിനസ് മാത്രം ചെയ്താൽ മതി, നമുക്ക് കുറച്ചാളെങ്കിലും ജീവിക്കണ്ടേ? ഇന്ന് നമ്മളൊന്നും ചെയ്തിട്ടില്ല. ഇല്ലില്ല എടാ, നീ വരുമ്പോ ഞാൻ പിന്നെ പണിയെടുത്തോണ്ടിരിക്കുന്ന മോശമല്ലടാ നിന്നെ ഇൻവൈറ്റ് ചെയ്യാതെ. നീ ചെല്ല്, നീയാണ് എന്റെ പണിക്കാരൻ. ഈ ആൾക്കാര് ഓരോ സാധനങ്ങൾ ചോദിക്കണുണ്ട്, നമുക്ക് അത് ഓഫ് ചെയ്ത് തരണം. അതിന് ടാബ് നിൽക്കും, ടാബ് അതിൽ ഓജി കുഷ് എന്ന് പറഞ്ഞ സാധനം. ഇനി നമ്മൾ ഇവിടെ സാധനങ്ങൾ ഉണ്ടാക്കണം. ഞാനൊരു കാര്യം പറട്ടെ, അങ്ങനെ സെയിലില്ലെന്ന് പറഞ്ഞ ആൾക്കാർ വാങ്ങാൻ വരണ്ടേ? അതിന് സാധനം ഉണ്ടായിട്ട് വേണ്ടേ നമുക്ക് പോയിട്ട് അവരെ കൈയിട്ട് പറ്റിക്കാൻ പറ്റുമോ? ശരി, നമ്മുടെ കയ്യിൽ സാധനം ഇല്ലല്ലേ? ഇല്ലത് മൊത്തം നീ വലിച്ചില്ലേ? സോറി. ഇപ്പൊ നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഈ ഓജി കുശ് അവിടെ നിന്ന് കിട്ടും. അപ്പം ഓജി കുശ് അപ്പൊ നീ നടാൻ തുടങ്ങിയെന്ന് പറഞ്ഞ 2 മിനിറ്റ് ഫ്രിഡ്ജൊക്കെ മേടിച്ചിട്ടുണ്ടോ? ഫ്രിഡ്ജൊക്കെ വാങ്ങിച്ചു, പക്ഷേ ഈ ഫ്രിഡ്ജ് വാങ്ങിച്ചത് 1 മാസം മുമ്പ്. 1 മാസം കൊണ്ട് എല്ലാം മറന്നു വീടാ. നീ ഇങ്ങോട്ട് വന്നേ. അന്ന് ഞാൻ എക്സ്പേർട്ട് ആയിരുന്നടാ, എല്ലാം ഓർമ്മയുണ്ടായിരുന്നു. പക്ഷെ ഇപ്പൊ ഒന്നും ഓർമ്മയില്ല. ഫോൺ എടുക്കുന്നതന്നെ ഇന്ന് ഞാൻ ഇപ്പോഴാണ് ഓർത്തത് ടാബാന്നുള്ള കാര്യം. ചൂണ്ടെന്താ നീ വിളിക്കാം, അതൊക്കെ നമ്മൾ വെക്കുമ്പോ മാപ്പിൽ കണ്ട മറ്റേ അവരെയൊക്കെ ആയിട്ടാണ് നമുക്ക് റിലേഷൻ വേണ്ടത്. മിസ്റ്റർ മിങ്ക് അവനാണോ? അവൻ തൊട്ടടുത്തുണ്ട്, ഇവിടെ തന്നെ ഉണ്ട് അവൻ. നിന്റെ ഒരു സാധനം ഉണ്ട് അവന് കൊടുക്കാൻ. നമ്മൾ എന്ത് കൈയിട്ട് പറ്റിക്കണോ അവരാ? എടാ എന്റെ കയ്യിലുണ്ട് 7 സോർ സീഡും ഉണ്ട്, ഓജി കുശ് ഉണ്ട് 4 എണ്ണം. യെസ്, ഇത് കൊടുക്കാം. അത് പാക്ക് ചെയ്യണ്ട, പാക്ക് ചെയ്യണമെങ്കിൽ മിഷൻ മേടിക്കണ്ട. കിടിലൻ സാധനം. ഇത് കൊടുത്ത അവനുമായിട്ട് കമ്പനി ആവാം നമുക്ക്. പെട്ടെന്ന് ഒരു കമ്പനി ആക്കി ബിസിനസ് തുടങ്ങാം. കണ്ടറിയാം, അടിച്ച് കിണ്ടി നോയാ. വേണ്ടാന്ന് പറഞ്ഞ പോക്കറ്റ് അടിക്കണം. ഇതെങ്ങനെ പോക്കറ്റ് അടിക്കുന്നത് എങ്ങനെയായിരുന്നു? ഞാൻ മറന്നുപോയി. കുനിഞ്ഞു പോയിട്ട് അവന്റെ ചന്തി നോക്കി ഒരു എടുത്ത. അപ്പൊ നീ എക്സ്പേർട്ട് ആണല്ലടാ സ്നേഹിപ്പേ. എന്തെങ്കിലും പോക്കറ്റ് നോക്കി ഒരു പിടുത്ത. ഇവനെ പോക്കറ്റ് പോലീസ് വരച്ചില്ലേ? ഇവനെ കത്തിച്ചാലോ? ഇവരെ കത്തിക്കാൻ. അവൻ ഉറങ്ങോ? ജീവനോടെ കത്തിക്കാം. എവിടെ കൊണ്ടുവരണം അവനെ? അവൻ ഇടികൊണ്ട് ചത്തിട്ട് കൂർക്കം വലിക്കുന്നു. ഇപ്പോഴാണ് വിശ്വാസം സത്യം. ഇതിപ്പോ എളുപ്പമല്ലോ. അവൻ ഉറങ്ങി കൂർക്കം വലിക്കുന്നവൻ. എടാ ഇതങ്ങനെ ഇൻസേർട്ട് കോനടിച്ചവനെ കരിക്കാൻ പറ്റൂല. എന്നിട്ട് ആള് കരിഞ്ഞു കേട്ടോ, പക്ഷെ ഇപ്പോഴും കൂർക്കം വലിയുണ്ട്. കൂർക്കം വലി മസ്റ്റാണ്. നമുക്ക് ഇച്ചിരി മണ്ണ് വേണം. മണ്ണാണ്. അതിനാ മണ്ണ്. എല്ലാരും വരച്ചു വെച്ചേക്കുന്നുണ്ട് അവിടെ. നമുക്കിപ്പൊ വേണ്ടത് ഇങ്ങോട്ടാ, നമുക്ക് മണ്ണ് മേടിക്കണം. ഓക്കെ, മണ്ണ് വാങ്ങാൻ തറന്ന് കുരിച്ചാ പോരെ? അതിന് കട കയറണോ? ഇങ്ങോട്ട് നീ കുഴിയടാ. കുഴിക്കാനുള്ള സാധനം ഇല്ലടാ തൽക്കാലം. നമുക്ക് മണ്ണ് കടയിൽ നിന്ന് വാങ്ങാം. വാട്ടറിങ് ക്യാനില്ല, അത് ബാഗി. ഓക്കെ, ഇനിയാണ് നമ്മുടെ ബിസിനസ്. മതി. വേറെ 155 രൂപയ്ക്ക് നമ്മള് സാധനം വാങ്ങി. ഇന്ന് കേട്ടീഷറിനാവുമ്പോ നമ്മൾ 150 രൂപ ചെലവാക്കി 1000 രൂപ. അത്രേ ഉള്ളു സൈപ്പേ. പിന്നെ എന്തോ പരിപാടി എന്ന് വെച്ചാൽ ഇതിന്റെ ഉള്ളിൽ ആദ്യം മണ്ണ് നിറക്കും. സൈറ്റാ 2 ഓരോ സീഡ് വെച്ചിട്ടുണ്ട്. സീഡില്ല. നീ സീഡൊക്കെ എന്ത് ചെയ്ത്? ഓജി കുശാണോ? അത് പാക്കല്ലേ? ഇവിടെ രണ്ടെണ്ണം ഇട്ടേ നോക്കട്ടെ. ഈ പാക്കാണ് നമ്മളിപ്പോ വിൽക്കേണ്ടത്. അപ്പൊ നമുക്ക് ശരിക്കും സാധനം ഉണ്ടോ കയ്യില്? സാധനം കയ്യിലുണ്ടല്ലേ? എന്നിട്ടാണ് ഇത്രയൊക്കെ കഷ്ടപ്പെടുന്നത്. ആദ്യം ഇത് വിൽക്കാന്ന. ഇവിടെ വീട് അടച്ചിടണ്ടേ? കള്ളം കയറും ഇവിടെ. എവിടെ? ഇവിടെ ഈ ഡോർ വിട്ട് ലൗഡിങ് അതല്ലേ? എന്തോ കൊടുക്കണം? പൈസ ഫ്രീ ആയിട്ടല്ലേ കൊടുക്കുന്നത്? $27. പൈസ കൊടുക്കാൻ പാടില്ല. അവനിപ്പോ എന്താ പറയണ? അവൻ കണ്ണൊക്കെ അടിച്ച് ചുമന്ന്
അവൻ വെരി നൈസ് എന്ന് പറഞ്ഞില്ലല്ലേ, നമ്മള് പൈസ ഇല്ലാണ്ട് വേണം കൊടുക്കാൻ, എന്നാലും റിലേഷൻ വരത്തുള്ളൂ. കിക്ക് മാറിട്ട് നമുക്ക് വീണ്ടും ഇനി കിക്ക് മാറുന്ന ഇനി അപ്പം ഫ്രീ ആയിട്ട് കൊടുക്കണമായിരുന്നല്ലേ. അപ്പൊ ഫ്രീ ആയിട്ട് കൊടുത്താൽ മാത്രം നമ്മൾ കമ്പനി ആവത്തുള്ളൂ അല്ലേ? മറ്റേതാകുമ്പോ ബിസിനസ് ആയിപ്പോയി. ഫ്രീ ആയിട്ട് കൊടുക്കുമ്പോ ഫ്രണ്ട്ലി. ഓ മനസ്സിലായടാ. കാര്യമില്ല. തട്ട് 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 അല്ല കുറുവാസം വിചാരിക്കും കേട്ടോ. ബെഞ്ച് 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 ബെഞ്ചി എന്ന് പറയണ ഞാൻ പറഞ്ഞുതരാം. പല നീ മാപ്പിൽ കോണ്ടാക്ട്സ് ഉണ്ട്, അതില് ഡീലർ ഉണ്ട്. ഡീലർ ലോക്കാണ്. ലോക്കല്ലേ, അപ്പൊ ഇവരെല്ലാരായിട്ട് കമ്പനി ആയി കഴിയുമ്പോഴാണ് ഡീലർ അൺലോക്ക് ആവത്തുള്ളൂ. എന്നെ പോയി പിടിക്കാൻ ഓടിച്ചിരുന്നു, നീയാണ് ഈ അടിയിലിരിക്കുന്നത്. അതെ അതെ ചാടി മലന്നൊക്കെ വരുന്നു നേരത്തെ. പോലീസാണത്. എടാ പോലീസ് എത്തിടാ. എടാ പോലീസ് വീട്ടിലെത്തി. തുറക്കല്ലേ തുറക്കല്ലേ തുറക്കല്ലേ. പോലീസ് പോലീസ് പോലീസടാ അടക്കാ. പിന്നെ ഞാൻ ഓടിക്കളഞ്ഞു ചാടി കൊട്ടുപോയാലുള്ളത് കൊടുത്ത് എന്നെ കൊണ്ടുപോകാനേ. ഞാൻ പേടിപ്പിച്ച് ഓടിച്ചതല്ലേ വരാ. ഒന്ന് കിടക്കോ? ഞാൻ കിടന്നുറങ്ങി കഴിഞ്ഞ്. വൈകി മറ്റേവന്റെ കെട്ട് ഇറങ്ങി കാണും. ഒന്നുകൂടെ പോയി വിളിക്കാം. അവിടെ ലവന്നില്ല അവനെ കിട്ടി. ഈ പ്രാവശ്യം ഫ്രീ ആയിട്ട് കൊടുക്കാം അല്ലേ? കൊടുക്ക്. കൊടുത്ത അത്രേ ഉള്ളു സേഫേ. അൺലോക്ക് ചെയ്തല്ലേ ഇവന് നമ്മുടെ ട്രസ്റ്റ് കൂടി. ഇതായിരുന്നു നമ്മുടെ കൂടത്തിലുള്ളതാണല്ലോ. ഫ്രീ സാമ്പിൾ പറഞ്ഞ കൊടുക്കാം. ഞാനൊരു കാര്യം പറട്ടെ, ഉള്ള ഫ്രീ സാമ്പിൾ എല്ലാം കൊടുത്ത് സാധനം തീരാറായി. ഐ ഡോണ്ട് തിങ്ക് സോ. എടാ അവന് ഇഷ്ടപ്പെട്ടില്ലെന്ന്. എന്റെ സാധനം ഫ്രീ ആയിട്ട് അടിച്ചിട്ട് അവനക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ എന്നാ വാ 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 എന്നാ രണ്ടൂടെ കെട്ടിപ്പിടിച്ചവിട്ടിരുന്ന. ഇവരെന്താടാ ഒന്നും വിട്ടാത്ത? ഇവരെന്താ കണ്ണ് തള്ളിച്ച് നോക്കുന്ന തന്നെ? രണ്ടൂടെ കെട്ടിപ്പിടിച്ചിട്ട് ഒരു ഫോട്ടോ എടുക്കട്ട്. വെയിറ്റ് ആക്ക്. റൊമാൻറ്റിക് ഫോട്ടോ ആവട്ടെ. തിരിഞ്ഞ് നിൽക്കാതെ ഫ്രണ്ടിലോട്ട് പാടി. ഇവിടെ എന്തോ ഡാൻസ് കളിക്കുന്ന. തിരിഞ്ഞ് നിക്കടി. അങ്ങനെ. വാവ് വാട്ട് എ റൊമാൻറ്റിക് കപ്പിൾസ്. ചേട്ടാ ഇത്രയൊക്കെ കാണിച്ചിട്ട് അവന്റെ മുഖത്തൊരു എക്സ്പ്രഷൻ ഇല്ലല്ലോടാ.